പച്ചക്കപ്പ വേവിച്ചതും എരിവുള്ള ആറ്റുമീൻ കറിയും കൂടെ ഒരു നാടൻ പാട്ടും കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന ഈ ദൃശ്യം പണ്ട് മലനാട്ടിലെ ഓരോ വീട്ടുമുറ്റത്തെയും സ്ഥിരം കാഴ്ചയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആ കൂട്ടായ്മയും കാർഷിക സംസ്കാരവും നഷ്ടമായോ? നമസ്കാരം. ലേൺ മലയാളം എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ കപ്പവാട്ടിൻ്റെ കഥ എന്ന മനോഹരമായ പാഠഭാഗമാണ്. മലനാട്ടിലെ പാറപ്പുറങ്ങൾ വൃത്തിയാകുന്നു, വലിയ ചെമ്പുകളിൽ വെള്ളം തിളയ്ക്കുന്നു, നാടൻ പാട്ടുകൾ ഉയരുന്നു. ഇത് കപ്പവാട്ടിൻ്റെ കാലമാണ്. കഠിനാധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറയുന്ന മുരളീധരൻ തഴക്കരയുടെ കപ്പവാട്ടിൻ്റെ കഥ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് കപ്പവാട്ട്? മലനാടിൻ്റെയും ഇടനാടിൻ്റെയും തനതായ കാർഷിക സംസ്കാരത്തിൻ്റെ അടയാളമാണ് കപ്പവാട്ട്. ഒരു കാർഷിക കൂട്ടായ്മയുടെ കഥ. മലനാട്ടിലെ കർഷകരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാർഷിക ആചാരമാണ് കപ്പവാട്ട്. വെറുമൊരു ജോലി എന്നതിലുപരി ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ ആഘോഷമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. വിത്തും വിത്തവും. പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കവിതയൊന്ന് കേട്ടാലോ? മണ്ണ് ചോദിച്ചു മരത്തിനോട്, മരമേ മരമേ ഒരു വിത്ത് താ. എല്ലാ വിത്തും മണ്ണിന് നൽകി, മരത്തിന് ഒരുപാട് മക്കളുണ്ടായി. എഴുതിയിരിക്കുന്നത് എ അയ്യപ്പൻ. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ല. കപ്പവാട്ടിന്റെ കഥ കേട്ടാലോ? മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളാണ് കപ്പവാട്ടിന്റെ അണിയറയും അരങ്ങും. മലയാളിയുടെ വിശപ്പാറ്റിയ വിളയായ കപ്പ അഥവാ മരച്ചീനിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുടെ കഥയാണ് പറയുന്നത്. കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷക സമ്പുഷ്ടമായ കോമ്പിനേഷൻ ആയിരുന്നു കപ്പയും മീനും. 2 പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെമ്പാടും സമൃദ്ധമായി മരച്ചീനി വിളഞ്ഞിരുന്ന മലമ്പുരയിടങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികരായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പ വാട്ടിന്റെ കാലമാണ്. അയൽപക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടി ഉറപ്പിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപക്കക്കാരും ഇതിൽ സർവാത്മന പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരമ്പര്യമായിരുന്നു. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുപായയിലോ ഇന്നത്തെ പോലെ സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പ ഉണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. കപ്പ വാട്ട് സീസണിന് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും. 1 1.5 ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ലെന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. ശരാശരി ഒരു മൂട് കപ്പ ചുരുങ്ങിയത് 15 കിലോഗ്രാം വരെയുണ്ടാകും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ച് കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളാണ്, കപ്പ അരിയുന്നത് പുരുഷന്മാരും. സ്ത്രീകൾ പൊളിച്ചിടുന്ന കപ്പ 2 3 എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിൽ എത്തിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി
ചെമ്പിൽ നിറച്ച് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം നിറച്ചാണ് വാട്ടുന്നത്. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്ന് കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. വാട്ടുകപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. നന്നേ വെളുപ്പിനെ ആരംഭിക്കുന്ന കപ്പവാട്ട് ജോലികൾ രാത്രി ഏറെ വൈകുവോളം തുടരും. ശ്രമദാനമായി ഇതിൽ പങ്കുചേരുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടായിരുന്നു. ജോലിയുടെ ആയാസം അറിയാതിരിക്കാൻ നാടൻ പാട്ടുകളും തനത് പ്രത്യേകതയായിരുന്നു. പച്ചക്കപ്പ വേവിച്ചതും ആറ്റുമീൻ കറി വെച്ചതുമായിരുന്നു പ്രധാന ഭക്ഷണം. അധ്വാനത്തിന്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയുമേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പവാട്ട് പര്യവസാനിക്കുന്നത്. ഇതിനാവശ്യമായ കത്തി, വല്ലം, ചെമ്പ് തുടങ്ങിയവയെല്ലാം എല്ലാവരും പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. കപ്പവാട്ട് കാലത്ത് ഓർക്കാപ്പുറത്തൊരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവവേദ്യമാകുക. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ചേർന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. കപ്പവാട്ട് സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ എല്ലാ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ട് പോലെ വാട്ടുകപ്പ ഉണക്കുവാനായിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അദ്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്വാർത്ഥമോഹം ഇല്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്. ഇപ്പോഴും അപൂർവമായി മലനാട്ടിൽ അങ്ങിങ്ങായി ബാക്കി നിൽക്കുന്നുണ്ട് ഭക്ഷണമൊരുക്കലിന്റെ ഈ സഹവർത്തിത്വം. അതിന്റെ ആരവങ്ങൾക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും മിടുക്കും മോടിയും നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോകജനത മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാരമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇവിടത്തെ കർഷകരും കർഷക കുടുംബങ്ങളും. എന്താണ് കപ്പവാട്ടിന്റെ പ്രധാന സവിശേഷതകൾ? സാധാരണയായി മഴ കുറഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മലനാട്ടിൽ കപ്പവാട്ട് നടക്കുന്നത്. വേനൽക്കാലത്ത് ഉപയോഗിക്കാനായി കപ്പ വാട്ടി ഉണക്കി സൂക്ഷിക്കുന്ന രീതിയാണിത്. ഇതൊരു കൂട്ടായ്മയുടെ സന്ദേശമാണ് ഈ പ്രക്രിയയിലൂടെ നമുക്ക് നൽകുന്നത്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന മഹത്തായ ആശയമാണ് കപ്പവാട്ടിന്റെ കാതൽ. ഒരു വീട്ടിലെ കപ്പ പറിക്കാൻ അയൽപക്കത്തെ എല്ലാവരും ഒത്തുചേരുന്നു. പ്രതിഫലം വാങ്ങാതെയുള്ള ഈ ശ്രമദാനം ഗ്രാമീണ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചു. എന്തൊക്കെയാണ് കപ്പവാട്ടിന്റെ പ്രക്രിയകൾ? പുരുഷന്മാർ കപ്പ പറിക്കുകയും അതിന്റെ തൊലി കളയുകയും ചെയ്യുന്നു. സ്ത്രീകൾ ഈ കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ ചില്ലുകളായി, അതായത് കഷ്ണങ്ങളായി അരിയുന്നു. വലിയ ചെമ്പുകളിൽ വെള്ളം തിളപ്പിച്ച് അതിൽ കപ്പയിട്ട് പകുതി വേവിച്ച്, അതായത് വാട്ടിയെടുത്ത് വലിയ പാറപ്പുറങ്ങളിൽ ഉണക്കുന്നു. നന്നായി ഉണങ്ങിയ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. പണിയെടുത്ത് ക്ഷീണിക്കുന്നവർക്ക് പച്ചക്കപ്പ പുഴുങ്ങിയതും ആറ്റുമീൻ കറിയുമാണ് പ്രധാനമായി നൽകുക. ജോലിക്കിടയിലെ വിരസത മാറ്റാൻ നാടൻ പാട്ടുകൾ പാടുന്നതും പതിവായിരുന്നു. ഇന്ന് റബ്ബർ കൃഷിയുടെ വ്യാപനവും ആധുനിക ജീവിത രീതികളും കാരണം ഇത്തരം കൂട്ടായ്മകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പഴയ കാലത്തെ പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി കപ്പവാട്ട് ഇന്നും മലനാടിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഗ്രാമങ്ങളാണ് കപ്പവാട്ടിന്റെ പശ്ചാത്തലം. പണ്ട് കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും നിത്യഭക്ഷണത്തിലെ പ്രധാന ചേരുവയായിരുന്നു കപ്പയും മീനും. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ കർഷകരാണ് മലബാർ മണ്ണിൽ കപ്പ കൃഷി വ്യാപകമാക്കിയത്. കഠിനാധ്വാനികളായ ഈ കർഷകരെ മണ്ണുണ്ണികൾ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. ഇതാണ് കപ്പയുടെ ചരിത്രം. ഇനി കപ്പയുടെ സീസൺ ഏതാണ്? ഡിസംബർ ജനുവരി മാസങ്ങളാണ് കപ്പവാട്ടിന്റെ പ്രധാന കാലം. അയൽപക്ക ബന്ധങ്ങൾ പുതുക്കുന്ന ഒരു വലിയ ആഘോഷമാണിത്. എന്താണ് ഈ കപ്പവാട്ട് നൽകുന്ന സന്ദേശം? ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന സഹകരണ മനോഭാവമാണ് ഇതിന്റെ പ്രത്യേകത. കപ്പവാട്ടിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? കപ്പ ഉണക്കാൻ വിശാലമായ പാറപ്പുറങ്ങൾ വൃത്തിയാക്കുന്നു. കപ്പ വാട്ടേണ്ട തീയതി കർഷകർ തമ്മിൽ ആലോചിച്ച് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. ഇത് വളരെ കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായി ചെയ്യുന്ന ഒരു
ശ്രമദാനമാണ്. പുരുഷന്മാർ കപ്പ പറിക്കുകയും തൊലി കളയുകയും ചെയ്യുന്നു. സ്ത്രീകൾ കപ്പ കഴുകി ചെറിയ ചില്ലുകളായിട്ട് അരിയുന്നു. ചെറിയ കുട്ടികൾ പോലും ഈ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നു. പാഠഭാഗത്ത് പറയുന്നില്ലേ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. ഈ കപ്പ വാട്ടുന്ന രീതിയെക്കുറിച്ചാണ്. വലിയ ചെമ്പുകളിൽ വെള്ളം തിളപ്പിച്ച് അതിൽ കപ്പയിട്ട് പകുതി വേവിക്കുന്നു. ഇതിനെയാണ് വാട്ടുക എന്ന് പറയുന്നത്. ഈ വാട്ടിയ കപ്പ വെയിലത്തുണക്കി വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു. അതാണ് വാട്ടുകപ്പ. വറുതിയുടെ കാലത്ത്, അതായത് മഴക്കാലത്ത് ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണിയുടെ ഇടവേളകളിൽ നാടൻ പാട്ടുകൾ പാടുന്നത് പതിവായിരുന്നു. പുഴുങ്ങിയ പച്ചക്കപ്പയും നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുമീൻ കറിയുമാണ് പണിക്കാർക്ക് നൽകുന്ന പ്രധാന ഭക്ഷണം. ഇനി പെട്ടെന്നൊരു മഴ വന്നാലോ? ഉണക്കാനിട്ടിരിക്കുന്ന കപ്പ മഴ വരുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വാരിക്കൂട്ടുന്ന ആവേശം ലേഖകൻ ഇവിടെ ഓർത്തെടുക്കുന്നുണ്ട്. ഇന്ന് റബ്ബർ കൃഷി മലനാട് കീഴടക്കിയതോടെ പഴയകാലത്തെ കപ്പപ്പാടങ്ങളും കൂട്ടായ്മകളും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. കൃഷിഭൂമി സംരക്ഷിക്കേണ്ടതിൻ്റെയും ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കവിതയുണ്ടല്ലോ, എ അയ്യപ്പൻ എന്ന കവി എഴുതിയിരിക്കുന്ന വിത്ത് എന്ന കവിതയിൽ ഒരു ഭാഗമാണ്. എന്താണ് അതിൻ്റെ സാരമായി പറഞ്ഞിരിക്കുന്നത്? മണ്ണ് മരത്തോട് ഒരു വിത്ത് ആവശ്യപ്പെടുന്നു. മരം നൽകിയ വിത്ത് മണ്ണ് സ്വീകരിക്കുന്നു. ആ വിത്തിലൂടെ മരത്തിന് ധാരാളം മക്കളുണ്ടാകുന്നു. അതായത് പുതിയ മരങ്ങൾ വളരുന്നു. പ്രകൃതിയും മണ്ണും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും പുനർജനിയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പാഠഭാഗം എഴുതിയത് ആരാണെന്ന് ശ്രദ്ധിക്കാം. കപ്പവാട്ടിന്റെ കഥ എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് മുരളീധരൻ തഴക്കരയാണ്. അദ്ദേഹത്തിന്റെ കാർഷിക ആചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണിത്. മലനാട്ടിലെയും ഇടനാട്ടിലെയും കർഷകരുടെ കൂട്ടായ്മയുടെയും അധ്വാനത്തിന്റെയും കഥയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അധ്വാനത്തിന്റെ ആവേശമാണ് ഈ പാഠഭാഗത്ത് കപ്പവാട്ടിന്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അതിൽ പറയുന്ന പാഠഭാഗത്തിന്റെ സംഗ്രഹമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ഇതിൽ പറയുന്നു എന്ന് മാത്രം. കപ്പ പണിയെടുത്ത് ക്ഷീണിക്കുന്നവർക്ക് പച്ചക്കപ്പ പുഴുങ്ങിയതും ആറ്റുമീൻ കറിയുമാണ് പ്രധാന ഭക്ഷണം. ഇനി നാടൻ പാട്ടുകൾ പാടി അവർ ആവേശം പങ്കിടുന്നു. സാമൂഹിക പ്രസക്തി എന്താണ്? ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന മഹത്തായ സന്ദേശമാണ് കപ്പവാട്ട് നൽകുന്നത്. എന്നാൽ ഇന്നത്തെ റബ്ബർ കൃഷിയുടെ ആധിക്യം ഈ പഴയ കൂട്ടായ്മകളെ ഇല്ലാതാക്കിയെന്ന പരിതാപകരമായ അവസ്ഥയിൽ ലേഖകൻ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശസ്തനായ കൃഷി ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമാണ് മുരളീധരൻ തഴക്കര. ആകാശവാണിയിൽ കൃഷി സംബന്ധമായ പരിപാടികളിലൂടെ അദ്ദേഹം വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. കേരളത്തിലെ കാർഷിക സംസ്കാരത്തെയും രീതികളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് പാഠഭാഗത്തെ കഠിന പദങ്ങളും അതിൻ്റെ അർത്ഥവും ഒക്കെയാണ്. അതിന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വിഗ്രഹാർത്ഥമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും വളരെ എളുപ്പമായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. മണ്ണിന്റെ പര്യായപദം എന്തൊക്കെയാണ്? പൃഥ്വി, ധരണി, വസുധ, മരം, വൃക്ഷം, തരു, പാദപം, വെള്ളം, ജലം, നീര്, പാനീയം, സലിലം, തോയം, ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായങ്ങളാണ്. വീട്, ഗൃഹം, സദനം, ആലയം. ഇനി പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പാഠഭാഗം വായിച്ച് താഴെ പറയുന്നവയുടെ വിവരങ്ങൾ കണ്ടെത്തുക. കപ്പവാട്ടിന്റെ ഒരുക്കം. പാറപ്പുറങ്ങൾ വൃത്തിയാക്കുന്നു, വിറകും വലിയ ചെമ്പുകളും ശേഖരിക്കുന്നു, കപ്പ വിളവെടുക്കുന്നു. ഇനി കൂട്ടായ്മയുടെ ഉത്സവമാണ്. അയൽവാസികളെല്ലാം ഒത്തുചേരുന്നു. രാത്രി ഏറെ വൈകുവോളം ജോലി ചെയ്യുന്നു. പാട്ടുകളും തമാശകളൊക്കെ പങ്കുവെച്ച് അവരുടെ ജോലിയുടെ ആയാസം കുറയ്ക്കുന്നു. മഴ വരുമ്പോഴുള്ള വെമ്പൽ എങ്ങനെയാണ്? കപ്പ ഉണക്കാൻ ഇട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും കൂടി ഓടിയെത്തി കപ്പ വാരിക്കൂട്ടുന്ന ആവേശവും ഈ പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി ഈ ആശയം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. കപ്പവാട്ട് എന്നത് വെറുമൊരു ജോലി മാത്രമല്ല, മറിച്ചൊരു സാമൂഹിക കൂട്ടായ്മയാണ്. ഒരാളുടെ വീട്ടിലെ കപ്പ വിളവെടുക്കാൻ നാട്ടുകാർ മുഴുവൻ എത്തുന്നു. പ്രതിഫലം മോഹിക്കാതെ എല്ലാവരും പരസ്പരം സഹായിക്കുന്നു. ഇന്നത്തെ സ്വാർത്ഥമായ ലോകത്ത് ഈ സഹകരണ മനോഭാവം ഏവർക്കും മാതൃകയാണ്. തയ്യാറാക്കാനാണ്. വിഷയം കേരളത്തിന്റെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ. സൂചനകൾ ഇവിടെ പറയാം. കൃഷിഭൂമി കുറഞ്ഞു വരുന്നു. അതിന് കാരണം എന്താണ്? കെട്ടിട നിർമ്മാണവും മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. കൃഷി ചെയ്യുന്നതിനോടുള്ള പുതിയ തലമുറയുടെ താല്പര്യക്കുറവ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തത്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കീടബാധയും കാലാവസ്ഥ വ്യതിയാനവും ഈ കാർഷിക രംഗത്തെ തളർത്തുന്ന അല്ലെങ്കിൽ കാർഷിക രംഗത്തുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്.
ഇതാണ് സെമിനാറിൻ്റെ റിപ്പോർട്ട്. ആദ്യ പേജ്, ഇത് രണ്ടാമത്തെ പേജ്. സെമിനാറിൽ അവതരിപ്പിച്ച പ്രധാന ആശയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് സെമിനാറിൻ്റെ അവസാനം ക്രോഡീകരിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിൽപ്പെടുത്തിയിരിക്കുന്നത്. ചേർന്നത് കൃഷി കേവലം ഒരു തൊഴിലല്ല, മറിച്ച് ഒരു സംസ്കാരമാണ്. പഴയ കാലത്തെ കൂട്ടായ്മയും അധ്വാനശീലവും തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിന്റെ കാർഷിക മേഖലയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് സെമിനാർ വിലയിരുത്തി. ക്ലാസ് ലീഡർ നന്ദി രേഖപ്പെടുത്തിയതോടെ സെമിനാർ സമാപിച്ചു. എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ഈ പ്രസ്താവന കപ്പവാട്ടിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക. നാട്ടിലെ കപ്പ കൃഷിയുടെ ചരിത്ര പശ്ചാത്തലം വ്യക്തമാക്കുക. തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ കർഷകരാണ് ഈ മണ്ണിൽ കപ്പ കൃഷിക്ക് തുടക്കമിട്ടത്. കഠിനാധ്വാനികളായ ഈ കുടിയേറ്റ കർഷകരെ മണ്ണുമായി അലിഞ്ഞു ചേർന്നവർ എന്ന അർത്ഥത്തിൽ മണ്ണുണ്ണികൾ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്നു. കപ്പവാട്ടിന് മുന്നോടിയായി നടത്തുന്ന ഒരുക്കങ്ങൾ എന്തെല്ലാം? കപ്പവാട്ട് ജോലിയിലെ സ്ത്രീ പുരുഷ പങ്കാളിത്തം എങ്ങനെയാണ്? കപ്പവാട്ട് സമയത്തെ പ്രധാന ഭക്ഷണക്രമം വിവരിക്കുക. ഇത് റബ്ബർ കൃഷിയുടെ അധിനിവേശം കപ്പവാട്ടിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കപ്പ വാട്ടുന്നത് എന്തിനാണ്? അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? വിളപ്പാട്ട് കാലത്ത് മഴ കർഷകർക്ക് ഒരു വെല്ലുവിളിയാകുന്നത് എങ്ങനെ? പാർപ്പുറങ്ങളിൽ കപ്പ ഉണങ്ങാനിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ വരുന്ന അയ്യപ്പന്റെ വിത്ത് എന്ന കവിത നൽകുന്ന സന്ദേശം എന്ത്? മണ്ണ് മരത്തോട് വിത്ത് ചോദിക്കുന്നതും മരം അത് നൽകുന്നതുമാണ് കവിതയുടെ പ്രമേയം. പ്രകൃതിയിലെ പുനർജനിയെയും തലമുറകളുടെ കൈമാറ്റത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു വിത്തിൽ നിന്ന് അനേകം മരങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ്. അടുത്തതായി കൊടുത്തിരിക്കുന്നത് അയ്യപ്പൻ എന്ന കവിതയുടെ പ്രത്യേകതകളാണ്. പ്രധാന കൃതികൾ, പുരസ്കാരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠഭാഗത്തിന്റെ തലക്കെട്ട് വിത്തും വിത്തവും എന്നത് എത്രത്തോളം അനുയോജ്യമാണ്? മണ്ണുണ്ണികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. ആവശ്യം ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ